ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AR ഗാലക്സി. എയർ ഗാലക്സിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എയർ ഗാലക്സി ആ പേര് തന്നെ ഒരു ഉരുത്തിരിഞ്ഞ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ പേര് രാകേഷ്, വൈഫ് രേവതി, മകൾ ആരാധ്യ. അപ്പോൾ 3 പേരും കൂടെ ഒരു അതെ 3 പേരുടെയും കൂടെ ഒരു ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാനൽ. ബൈ പ്രൊഫഷൻ ഞാൻ ഫാർമസിസ്റ്റ് ആണ്. വൈഫ് BA അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കലാപരമായിട്ടും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ഈ ബൈ പ്രൊഫഷൻ ഇതിൻ്റെ ഒപ്പം തന്നെ കൂടെ ചിത്രരചനകൾ, അതേപോലെ തന്നെ പെയിൻറ്റിങ്, ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് ഇതെല്ലാം ചെറുതായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ വർക്ക് കഴിയുന്തോറും അതിൽ പുതിയ പുതിയ ഒരു എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് കണ്ട വശം തന്നെ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റായി തോന്നി. സോ എന്തുകൊണ്ട് അതൊരു പ്രൊഫഷനാക്കി എടുത്തുകൂടാ എന്നുള്ള ഇതിലാണ് പിന്നെ ചിന്തിച്ചത്. സോ നമ്മൾ ആദ്യമായി മകളുടെയും അതുപോലെ സ്വന്തമായ ആവശ്യങ്ങൾക്കും ഡ്രസ്സുകളിലാണ് കൂടുതൽ ചെയ്തിരുന്നത്, എംബ്രോയിഡറി ഡിസൈനിങ് വർക്ക്സൊക്കെ. അപ്പോൾ അത് നമ്മളേതെങ്കിലും ഫങ്ഷൻസിലെ കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു റെക്കഗ്നീഷൻ അത് കിട്ടുന്നതിൻ്റെ ആയിട്ട് നമുക്ക് തോന്നിയപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം എൻക്വയറീസ് വന്നു. ചെയ്തു തരുന്നതിൻ്റെ കുറിച്ചും ഓർഡേഴ്സും അങ്ങനെ ലഭിച്ചു. അപ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് എടുത്തു. അപ്പോൾ ഈ ബാക്കിയുള്ള ഒരു വീട്ടിലെ ഒരു തിരക്ക് പിടിച്ച അവസ്ഥയിൽ നിന്നും കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു സമയം കണ്ടെത്തി അതൊരു യൂസ്ഫുള്ളായി ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി ആണ് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഒരു എംബ്രോയിഡറി ഡിസൈനിങ് എല്ലാവർക്കും കൗതുകമുള്ളതും അതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെഡ്ഡിങ്, ബർത്ത്ഡേ, ഇപ്പോൾ എല്ലാ ഇവൻറ്റ്സുകളെല്ലാം കൂടുതലാണ് നമ്മൾ മുൻപത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കോവിഡിന് ശേഷം കുറച്ചും കൂടി വെറൈറ്റീസാണ് ഇപ്പോൾ എല്ലാവരും ഓരോ ഇവൻറ്റും കൊണ്ടുവരുന്നത്. വെഡ്ഡിങ്ങിന് തന്നെ പല എന്താ പറയുക സ്റ്റേജസാണ്, 2, 3, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫങ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളും. അപ്പോൾ ഓരോരോ നമ്മൾ എൻ്റെ ഒരു ആ ഇവൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റി നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് സിമ്പിളായി എലഗൻ്റായി തോന്നിക്കാവുന്ന എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയായ രീതി ഡിസൈൻ, അതാണ് എയർ ഗാലക്സിയിലൂടെ നമ്മൾ ഡിസൈനിങ് അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി എങ്ങനെ സുഗമമായി നമുക്ക് ചെയ്യാമെന്നും അതിൻ്റെ ഒരു അതും പറഞ്ഞു തരുന്നത്. അപ്പം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ആണ്. അപ്പം ഞാൻ ഈ ഒരു ചാനലിലൂടെ ഞാൻ എൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഞാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഇല്ലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ, ഇൻഡിസൈൻ, കോറൽ ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഞാൻ ഇതുവഴി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയവർക്ക് തന്നെ എല്ലാം ഫോണിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ സോഫ്റ്റ്വെയറും കൂടെ നമുക്ക് അറിയുകയാണെങ്കിൽ കൂടുതൽ ഒന്നും കൂടെ നമുക്ക് എല്ലാ വീഡിയോസും തംബ്നെയിലായിക്കോട്ടെ എല്ലാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ അത്ര ടഫായിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ ഒറ്റൊരു വീഡിയോ ഞാൻ ഇതിൽ ഇട്ടത് ഇല്ലുസ്ട്രേറ്ററിൻ്റെയും ഫോട്ടോഷോപ്പിൻ്റെയും കൂടെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തത്. പക്ഷേ ഇനിയുള്ള വീഡിയോസ് എല്ലാം മലയാളത്തിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം മലയാളികൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും കൂടുതൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ അത് എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ലക്ഷ്യമിട്ടിട്ടാണ് ഇനിയുള്ള വീഡിയോസ് ഞാൻ അവർക്കും കൂടെ എളുപ്പമുള്ള രീതിയിൽ പെട്ടെന്ന്, അതായത് എല്ലാ ടൂൾസും ഒരുമിച്ച് അങ്ങോട്ട് പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പെൻ ടൂൾ തന്നെ നമുക്ക് വഴങ്ങണമെങ്കിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊന്ന് ചെയ്ത് അതെങ്ങനെയാണ് മൗസ് നമ്മൾ പിടിച്ചത് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ
കുറച്ച് ടഫ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് പഠിച്ചപ്പോഴും അത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സാറ് സജി സാറാണ് ഞങ്ങളെ ഗ്രാഫിക് ഡിസൈൻ പഠിപ്പിച്ചത്. ആ ഒരു ബുക്ക് എൻ്റെ ഇപ്പോഴും എൻ്റെ ഒരു മൂല്യമുള്ളൊരു വസ്തുവാണ്. അതിപ്പോഴും എന്താ പറയുക, അതിൽ എന്താ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലത്തെ കറക്റ്റ്, അതായത് ഗ്രാഫിക് ഡിസൈനിങ് എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ കളറുകൾ യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം വിശദമായിട്ട് ഞാൻ ക്ലാസ്സിൽ എടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ അങ്ങനെ നീണ്ടു പോയി. അവസാനം വിഷുവിൻ്റെ സമയമായപ്പോൾ നല്ല സമയം എപ്പോഴാ അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തുടക്കം നമുക്കറിയാലോ, വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പതുക്കെ തന്നെ നമുക്കും കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ഒരു ചെറിയൊരു കാര്യമായാലും അത് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ അത് പഠിക്കാൻ ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് സാധിക്കും. ഞാൻ എംബ്രോയിഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല. ഞാൻ ബുട്ടീക്കിൽ അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് 2014 സമയത്തൊക്കെ ബുട്ടീക്കിലൊക്കെ നല്ല റേറ്റ് കാര്യങ്ങൾ, അന്ന് തന്നെ റേറ്റുകളുണ്ട്. ഒരു ബ്ലൗസിന് വേണ്ടി ഇത്ര നമ്മൾ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആ സമയത്തായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ബ്ലൗസ് മാത്രമല്ല ആ സമയത്ത് ചെയ്തതും, പിന്നെ ഞാൻ ടെറാക്കോട്ട ക്ലേ വെച്ചിട്ട് കമ്മലുകൾ, പല പല കമ്മലുകൾ ചെയ്തിരുന്നു, മാല ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം പേപ്പറിൻ്റെ ഒക്കെ കളർ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കമ്മലുകളൊക്കെ ഇറങ്ങിയൊരു ട്രെൻഡിങ് ആയിട്ടൊരു സമയമായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡിങ് ഒക്കെ മാറി. എന്നാലും ചില കടകളിലൊക്കെ കാണാം, പക്ഷെ അത്ര അന്നത്തെ ആ ഒരു ഇതിപ്പോൾ ടെറാക്കോട്ടയ്ക്കില്ല. അപ്പോൾ അതും ആഗ്രഹമുള്ളവർ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ നമ്മളതും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അങ്ങനെ മാലകൾ, അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റൗണ്ട് വെച്ചിട്ടുള്ള നല്ല ലോക്കറ്റ്, മയിലിൻ്റെ ലോക്കറ്റൊക്കെ വെച്ചിട്ട് ഒരു മാല ചെയ്തിരുന്നു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കളറൊക്കെ മങ്ങി. ഞാനത് പിന്നെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഫോട്ടോ, ഇന്നത്തെ ഒരു കല്യാണത്തിന് ഞാനത് ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്ര വർഷമായതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ഒരു ചെറിയ കാര്യങ്ങളായാലും നമ്മളത് ചെയ്യുന്നത് അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു അസറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഈ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷമയോട് ചെയ്യേണ്ട സംഭവമാണ്. ഈ ഒരു ബുട്ടീക്ക് അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്തിരിക്കുന്ന അത് കാണുമ്പോൾ നമുക്കതിൻ്റെ വില, അല്ലെങ്കിൽ വില കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അയ്യോ ഇതിന് ഇത്രയോ എന്ന രീതിയിലുള്ള ഒരു ആശ്ചര്യം അത് എനിക്ക് തോന്നിയിരുന്നു ആദ്യം. പിന്നെ സ്വയമായിട്ട് എഴുതി ചെയ്യുന്നതും ആ എഫേർട്ട് എടുക്കുന്നതും കണ്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കിയത്. കാരണം ഓരോ ചെറിയ പല മുത്തുകൾ അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ട് സൂചികൾ കൊണ്ട് അത് തുന്നിപ്പിടിപ്പിച്ച് ഈ ഒരു ഇപ്പോൾ ഇട്ടിരിക്കുന്നതാണെങ്കിൽ അതെ ഈ ഒരു കയ്യിൽ ഹാൻഡ് എംബ്രോയിഡറി സംഭവമാണ്. അപ്പോൾ ഇത് 2022 അതെ 2022 എൻ്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റിന് വേണ്ടി ചെയ്ത ഒരു ബ്ലൗസാണ്. അപ്പോൾ കുറച്ച് വർഷമായതുകൊണ്ട് പക്ഷെ എന്നാലും ഇത് നമുക്കൊരു നോർമൽ എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കണ മുത്തുകൾ, അതിന് ഉപയോഗിക്കണ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ ഈട്. 22 നിന്ന് ഇപ്പോൾ 25 കഴിഞ്ഞു. ഒരു 3 വർഷം എന്ന് പറയുന്ന സംഭവം നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാലും അത് പോവാത്ത രീതിയിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ ആ ഒരു എപ്പോഴും ആ ഒരു ഷൈനിങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അത്രയും കൃത്യതയോടുകൂടി ത്രെഡും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ്, ക്ഷമയോടുകൂടി ചെയ്യുന്ന മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു അതാണ്. അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് നമ്മളൊരു റൂമിൽ അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അല്ലാതെ വാക്കുകളൊന്നും സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. കാരണം പ്രീ പ്ലാൻഡ് സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റൂമിൽ ഇതൊരു അടച്ച് മൂടി വെക്കേണ്ട ഒരു സംഭവമല്ല. സോ ഈ ഇത്രയും ചെറിയൊരു വർക്ക്, അല്ലെങ്കിൽ ഇതൊരു നമുക്ക് പ്രായഭേദമന്യെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ പണ്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അമ്മമാർക്ക് പലർക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു
ഫാഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഇറങ്ങുമ്പോൾ അയ്യോ ഇത് മറ്റുള്ളവർ അത് പറയും, നാട്ടുകാരെന്ത് പറയും എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റിയാണ് കൂടുതൽ. എന്റെ അമ്മയ്ക്ക് ഉണ്ടോ, ഞാൻ അമ്മയ്ക്ക് ഒരു ബ്ലൗസ് ചെയ്തു തരാന്ന് പറഞ്ഞപ്പോ അമ്മ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് അതൊന്നും ചെയ്യില്ല. അപ്പോ അവരുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അവരുടെ വിവാഹ സമയത്തോ കാര്യങ്ങൾക്കോ ഇങ്ങനത്തെ ഒരു ഈ ട്രെൻഡോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ വരുമ്പോൾ അവർക്കും പലർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്കനുസരിച്ച് അവരുടെ ആ ഇപ്പോഴത്തെ ആ വയസ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് എലഗൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ചെറിയ ചെറിയ ഡിസൈൻസും കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇപ്പം നമ്മൾ ചെയ്തു കൊടുത്ത അമ്മമാർക്കും അതൊരു വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല, കാരണം മോള് എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയത്തൊക്കെയാണ് കുറച്ച് നേരം ഒന്നും ഇണ്ടാതിരിക്കാം, ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഇരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അവള് സംസാരിക്കാൻ തുടങ്ങും. കാരണം അവരെ സംബന്ധിച്ചോളം ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഫിലിം കാണാൻ അല്ലെങ്കിൽ കാർട്ടൂൺ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾക്ക് മാത്രമാണ്, റീൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഇതായിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമാണ്. അപ്പോൾ ഈ കണ്ടന്റ് എന്താണെന്നോ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും അറിയേണ്ടതായിട്ടില്ല. അത് കഴിഞ്ഞിപ്പോ എന്റെ അടുത്ത് പറയാണേ, അമ്മ ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വീഡിയോ, ഞാൻ അത് നിങ്ങൾക്ക് പിന്നെ വേറൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ആയിട്ട് അവളത് പറഞ്ഞു. അവര് ഇപ്പൊ ഓരോ വീഡിയോയിലൂടെ അവരും അത് വാച്ച് ചെയ്യുന്നുണ്ട്. അമ്മ യൂട്യൂബിൽ ഇടാനാണോ അമ്മ? അമ്മ ചെയ്തോളൂ, ഞാൻ മിണ്ടാതിരിക്കാട്ടാ എന്ന് പറയും എന്റെ അടുത്ത്. അപ്പൊ അവരും സപ്പോർട്ടാണ് നമുക്ക് ഓരോ കാര്യം ചെയ്യാനായിട്ടായാലും. അപ്പൊ നമുക്ക് കൂടുതൽ സമയം നമുക്ക് ടൈം കിട്ടാണ്ട് വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് വരും. അത് എനിക്കും വരുന്നുണ്ട്. അപ്പൊ മാക്സിമം ഞാനത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് കൂടുതൽ നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കാൻ തന്നെയാണ് ഞാനും. മാക്സിമം നമ്മൾ അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പറയാനോട് കേൾക്കുമ്പോൾ മാത്രമേ അവർക്ക് എല്ലാതും ഓപ്പണായി നമ്മൾ പാരൻസിനോട് പറയാനുള്ള ഒരു മെന്റാലിറ്റി വരുള്ളൂ. കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോഴായാലും അതെ, നമുക്ക് പാരൻസിനോട് നമുക്ക് ചിലത് ഷെയർ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ അത് നല്ല ശീലിച്ച് വരിക. അതുകൊണ്ട് നമ്മുടെ ഈ വാച്ചിങ് ടൈം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു നല്ലൊരു അവയർനെസ് എപ്പോഴും കൊടുക്കുക. ശേഷം അവർക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് നമ്മൾ എത്തിക്കാവുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആരാധ്യ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ എങ്ങനെയാണ് അവള് ചെയ്യുന്നത് കാര്യങ്ങള്, അവൾക്കിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആവുമ്പോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ അതും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസം ഓരോ കണ്ടന്റ് കാണുന്നുണ്ടല്ലോ, അപ്പൊ പരമാവധി മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസും വാല്യുബിൾ സജഷൻസ് ആണ്. കാരണം ഈ AR ഗാലക്സി എന്ന് പറയുന്നത് തന്നെ ഗാലക്സി നമുക്കറിയാം ഒരു സൗരയൂഥം, അതിൽ നിന്ന് നക്ഷത്രങ്ങളാണ് നമ്മുടെ ഓരോരോ സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ ആ മൂല്യം നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ട നമ്മുടെ നക്ഷത്രങ്ങളാണ്. നിങ്ങളുടെ സമയം ചെലവാക്കിയിട്ടാണ് നമ്മുടെ ഒരു വീഡിയോ ആയാലും നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അതിൻ്റെതായ ഒരു മൂല്യം ഞങ്ങളും തരേണ്ടതുണ്ട്. അപ്പൊ ആദ്യം സമയം കളയാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എല്ലാവരും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ഞാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ മോളുടെ കാര്യങ്ങൾ നോക്കണോണ്ട് എനിക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥത എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. നമ്മള് ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞ് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവര് ലേറ്റ് ആവുന്നതോറും നമ്മളും ആ ഓരോ ദിവസങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും കഴിഞ്ഞു പോവാണ് അല്ലെ. പിന്നെ കിട്ടുന്ന ഓരോ സൺഡേ അങ്ങനെയാണ്. ഇപ്പൊ ഇന്നൊരു സൺഡേ ആണ്, ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇങ്ങനെ ആയത്. അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ അപ്പൊ എന്തായാലും ഈ വൈകിക്കണ്ടെന്ന് കരുതി ഇന്നിപ്പോ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തതാണ്. അപ്പോ അങ്ങനെ നമ്മൾ ഓരോ ദിവസം നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്കിപ്പോ ഞാൻ തുടങ്ങിയതുകൊണ്ട് എനിക്കൊരു ഈ ഒരു വർഷം എന്ന് പറയുന്നത് വലിയൊരു സമയം തന്നെയാണ്. അപ്പോ ആ സമയം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകണം. ഓക്കെ, എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കുറച്ചും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു കണ്ടന്റ് പ്രതീക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ അതൊരു എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞങ്ങളും പോസ്റ്റ് ചെയ്യുന്നത്. സോ കീപ്പ് ഓൺ വാച്ചിങ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക.